നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറണ്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് റൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന്. അപ്പം അതിൽ ഞാൻ പറഞ്ഞത് ഈ ബൂസ്റ്റർ വാങ്ങിച്ച് വെച്ച് ചെയ്യാനാണ് പറഞ്ഞത് ഒട്ടുമിക്ക ആളുകളടുത്ത്. അപ്പോൾ കുറേ പേര് ഞാൻ അത് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ കുറേ വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് കുറേ പേര് എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ശരിയാവുന്നില്ല, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു വോൾട്ടേജ് ബൂസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുമോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ റൂട്ടർ പവറപ്പ് ചെയ്യുന്നതെന്ന്, പവർ ബാങ്ക് വെച്ച് പവറപ്പ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. പകുതി വെച്ച് ഈ ഒരു സർക്യൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഓടിപ്പോയി റൂട്ടറിലെടുത്ത് കൊടുക്കരുത്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, എന്നിട്ട് മാത്രം ചെയ്തു വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്ന സമയം കളയുന്നില്ല, നമുക്ക് റൂട്ടർ UPS എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഒരു നമ്മുടെ മോഡത്തിൻ്റെ ബാക്കിൽ കൊടുക്കുന്ന ഒരു മെയിൽ പോർട്ടാണിത്, ഫീമെയിൽ മോഡത്തിലാണുള്ളത്. പിന്നെ ഒരു USB പോർട്ടാണ് എടുത്തിരിക്കുന്നത്, USB ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ടിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ മൊഡ്യൂളാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. എല്ലാ വീഡിയോസിലും നമ്മൾ ഇതാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ 5 വോൾട്ട് തൊട്ട് ഉള്ള ഇത് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് 50 വോൾട്ട് വരെ ആക്കി തരുന്ന ബൂസ്റ്ററാണ്, വോൾട്ടേജ് ബൂസ്റ്ററാണിത്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ വർക്കിലോട്ടിന് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ബൂസ്റ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഔട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഔട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് കൊടുക്കുന്ന വോൾട്ടേജ് 5 വോൾട്ട് ആണെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് ഇതുവഴി ഔട്ട് നമുക്ക് കിട്ടും. ഈ ഔട്ടിൽ നിന്നാണ് നമ്മൾ മോഡത്തിൽ കൊടുക്കേണ്ടത്. ഇതുവഴി നമ്മൾ ഈ ഒരു പവർ ബാങ്കിൻ്റെ ഇന്ന് കൊടുക്കണം. അപ്പം ഇത് തന്നെയാണ് സാധനം, ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ആളുകൾ ഡൗട്ട് ആണ് ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം സ്ക്രൂ ഡ്രൈവർ വെച്ച് പൊട്ടൻഷ്യോമീറ്റർ സ്ക്രൂ ഡ്രൈവർ വെച്ച് കറക്കുമ്പോഴത്തേക്കുമാണ് ഈ ഒരു വോൾട്ടേജ് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഔട്ടിലോട്ട് നമുക്ക് നമ്മുടെ മോഡത്തിൽ കൊടുക്കാനുള്ള ഒരു ജാക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് നോക്കിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അത് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഔട്ട് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇന്നിൻ്റെ നെഗറ്റീവ് ഇപ്പുറത്തും പോസിറ്റീവ് അപ്പുറത്തുമാണ് വരുന്നത്. അപ്പം അത് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെല്ലാ കണക്ഷൻസ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിനും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു വോൾട്ടേജ് ബൂസ്റ്ററിൻ്റെ കണക്ഷൻസ് വരുന്നത്. വേറെ ഇതിൽ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കണക്ഷൻസ് വരുന്നത്. ഇതാ നമ്മുടെ USB, നമ്മുടെ മോഡത്തിലോട്ടുള്ള ജാക്ക്. ഇതാണ് നമ്മളിനി പവർ ബാങ്കിലോട്ട് കൊടുത്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വോൾട്ടേജ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതാ ഈ ഒരു സാംസങ്ങിൻ്റെ ട്രാവൽ അഡാപ്റ്ററാണുള്ളത്. ഇതാ ഇതിൽ നമ്മുടെ ഈ സാധാ ഫോൺ ചാർജറിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറണ്ടിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അഡാപ്റ്റർ ഇവിടെ കൊടുക്കാം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൾട്ടിമീറ്റർ വേണം. ഇതിൻ്റെ വോൾട്ടേജ് എത്ര ഔട്ട്പുട്ട് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു മൾട്ടിമീറ്റർ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മൾട്ടിമീറ്റർ ഉണ്ട്, പക്ഷേ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മൾട്ടിമീറ്റർ ഉണ്ട്, ഇത് വെച്ചാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലഗ് നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് വരെയെങ്കിലും റെഗുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അത് യൂസ് ഇപ്പോൾ ഇതിൽ വരുന്നില്ല. ഇപ്പോൾ ഇത് മൾട്ടിമീറ്റർ ആയിട്ട് വേണം യൂസ് ചെയ്യുക. അപ്പോൾ അതായത് ഇതിൻ്റെ ഔട്ട് നമ്മൾ 2 കേബിളുണ്ട്, ആ ഒരു പ്ലഗ് ഇൻ കേബിളുണ്ട്. ആ ഒരു ഇത് മൈനസിൽ നെഗറ്റീവിലും പോസിറ്റീവിലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഓണായത്. ഇപ്പൊ ഇവിടെ 15.2 വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും തോറും ഈ വോൾട്ടേജ് മാറുന്നൊന്നേ കൂടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് കറക്കി കൊടുക്കുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുന്നതും കുറയുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ 13 12 11 ഇതിപ്പോൾ 30 വോൾട്ട് വരെ കണ്ടോ പോകുന്നുണ്ട്. ഇത് കൂട്ടുന്നതനുസരിച്ച് ഇത് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സാധാരണ എല്ലാ മോഡും വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്. നമ്മളിവിടെ 12 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മുടെ മോഡത്തിൻ്റെ ഈ ഒരു പോർട്ടിലോട്ട് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിത് നമ്മുടെ പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മോഡം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പവർ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡം വർക്ക് ചെയ്യും. പക്ഷെ എനിക്കൊരു ഇത് കാണാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മോഡം ഓൺ ആവുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇത് ഓൺ ആവുന്നില്ല. ഓക്കെ, അപ്പം കറക്റ്റ് 12 വോൾട്ടാണ് നമ്മൾ കൊടുത്തത്. ഞാൻ ഇത് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഊരയാണ്. അഡാപ്റ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് 1 ആംസിലാണ്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് 1 ആംസിലാണ്. പക്ഷേ ഇതിൽ വരുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മോഡം നമുക്ക് ഔട്ട്പുട്ട്, ഇത് റെഡ്മിയുടെ 20,000 mAh പവർ ബാങ്കാണ്. മോഡം അല്ല, പവർ ബാങ്കാണ്. ഈ ഒരു പവർ ബാങ്ക് നമുക്ക് ഔട്ട് തരുന്നതെന്ന് പറയുമ്പോൾ 12 വോൾട്ട് തരുന്നില്ല, 5 വോൾട്ടാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ബൂസ്റ്റർ ഉപയോഗിച്ചത്. പക്ഷേ ഈ ഒരു മോഡത്തിൽ നിന്ന് 1 ആംസ് ഒന്നും നമ്മുടെ ഈ ഒരു ഫോണിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു 5 വോൾട്ടേ നമ്മുടെ ഫോണിന് ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഔട്ട് 5 വോൾട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ട കറണ്ട്, അതായത് ഇത് നമ്മുടെ മോഡത്തിന് 12 വോൾട്ട് വേണേൽ ആ ഒരു 12 വോൾട്ടും ഈ ഒരു ബൂസ്റ്റർ ബൂസ്റ്റ് ചെയ്ത് പവർ ചെയ്യാൻ പറ്റുന്നില്ല. ബൂസ്റ്ററിന് പറ്റുന്നില്ല ആംസും, കറക്റ്റായിട്ടുള്ള ആംസും. മാത്രമല്ല ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ ഈ ഒരു പവർ ബാങ്കിലെന്ന് പറയുമ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അല്ല വരുന്നത്. ഇത് ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് ഈ ഒരു പവർ ബാങ്കിൽ. അപ്പം പവർ ബാങ്കിൻ്റെ കംപ്ലൈൻ്റ് ഒന്നുമല്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള ഒരു ബൂസ്റ്റർ വെച്ച് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം മിക്കതും ഫേക്കാണ്. ഈ ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരു ബൂസ്റ്റർ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ചെയ്യാവുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ മൾട്ടിമീറ്റർ ഇല്ലാതെ നിങ്ങളെടുത്ത് കുത്തുകയാണെങ്കിൽ വല്ല 32 വോൾട്ടിൽ വല്ലതുമാണ് കിടക്കുന്നതെങ്കിൽ ആ സ്പോട്ടിൽ മോഡം അടിച്ചു പോവും. ഓക്കെ, 12 വോൾട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് 32 വോൾട്ടാണ് കയറി ചെല്ലുന്നെങ്കിൽ. മാത്രമല്ല നമുക്കിതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് അല്ല കിട്ടുന്നത്. ഇത് ഞാൻ പറയുന്നില്ല ഇത് വർക്കാവത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. സംഭവം വർക്കാവും, എനിക്ക് വർക്കായി. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ ഒരു കോൺസ്റ്റൻ്റ് കറണ്ട് അല്ല വരാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങളുടെ മോഡം വർക്കാവും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മോഡം അടിച്ചു പോകും. കുറേ നാളൊന്നും വേണ്ട, അധിക കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ മോഡം അടിച്ചു പോകും. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൂസ്റ്റർ വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ. കാരണം നമുക്ക് ഒരിക്കലും ഒരു റൂട്ടർ UPS അതിന് വേണ്ടി ചെയ്തതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ പവർ കൊടുക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചായിട്ടുള്ള കറണ്ടാണ് അതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം റൂട്ടർ UPS എന്ന് പറയുമ്പോൾ കറക്റ്റ് 12 വോൾട്ട് അതിൽ കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആ ഒരു ജോലി നമ്മൾ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോഡം തൽക്കാലത്തേക്കൊക്കെ വർക്ക് ചെയ്യും. കുറേ കഴിയുമ്പം നമ്മുടെ മോഡം അടിച്ചു പോകും. അപ്പോൾ ഓരോ മോഡം നിങ്ങൾക്ക് അറിയാം 2000 3000 രൂപയാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഇത് 100 രൂപ വില വരുന്നുള്ളൂ. ഈ ഒരു 100 രൂപയുടെ സാധനം വെച്ച് വെറുതെ നിങ്ങളുടെ മോഡം അടിച്ച് പോവണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. എനിക്ക് ആ ഒരു യൂസ് ചെയ്ത് വന്നപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഇത് വെച്ച് എൻ്റെ മോഡം വർക്കായി, അത് ഞാൻ പറയുന്നുണ്ട്. ഇത് വെച്ച് എൻ്റെ മോഡം വർക്കായി. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ
പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫോണിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഫോണിനാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ ഒരു ബൂസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കറണ്ട് വോൾട്ടേജ് കിട്ടും, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കറണ്ട് ആംബിയറും ഒന്നും അതിൽ വരത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം റൂട്ടർ UPS തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് റൂട്ടർ UPS നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ UPS. ഇതാണ് റിസോണേറ്റിൻ്റെ റൂട്ടർ UPS ആണ്. 12 വോൾട്ട് 2 ആംപ്സ് ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. 2300 രൂപയാണ് ഇതിൻ്റെ MRP. ആമസോണിൽ വരുന്നതാണ്. ഓക്കെ, ഇത് തന്നെയാണ് സാധനം. അപ്പോൾ ഇതാണ് നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടത്. ഇത് വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റൂട്ടറിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പവർ തന്നെ കിട്ടും. നമുക്ക് ഇവിടെ കാണാം, 12 വോൾട്ട് 2 ആംപ്സ് ആണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന എല്ലാ മോഡം റൂട്ടറും എല്ലാം വർക്ക് ചെയ്യും ഇത് വെച്ച്. ഇതിനകത്തെന്ന് പറയുമ്പം ആ ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ ഈ ഒരു റൂട്ടറിൻ്റെ അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു കേബിൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള കേബിൾ നമ്മുടെ റൂട്ടറിലുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതും ചാർജ് ആവും, നമ്മുടെ റൂട്ടറിന് പവറും കിട്ടും. ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബൂസ്റ്റർ വെച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡത്തിൽ കുറച്ച് ദിവസമൊക്കെ ഓടും. അത് കഴിയുമ്പോഴത്തേക്കും മോഡം പണിയാവും. നിങ്ങൾ കണ്ടു കാണും റൂട്ടർ UPSൻ്റെ ആ ഒരു സംഭവം. അതായത് നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ വെച്ചൊന്നും നമുക്ക് ഒരു സ്ഥിരമായിട്ടൊരു ബാക്കപ്പ് നമ്മുടെ റൂട്ടറിന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും കുറേ ആളുകൾ പറയും കോഡ് വരുന്നുണ്ടെന്ന് നമ്മുടെ പവർ ബാങ്കിൽ. പവർ ബാങ്ക് വെച്ച് നമ്മുടെ റൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത് ചില ആളുകൾക്ക് ശരിയാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിയായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം ശരിയാവുന്ന ആളുകളടുത്ത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പോഴും അത് വെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മോഡം തൽക്കാലത്തേക്ക് അത് വെച്ച് ഓടും. പക്ഷേ നിങ്ങളൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മോഡം ചീത്താവും. കാരണം നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ടൊന്നുമല്ല നമ്മുടെ പവർ ബാങ്ക് തരുന്നത്. നമ്മളെ പവർ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ മോഡത്തിന് വേണ്ടി ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് UPS പർച്ചേസ് ചെയ്യാം, കമ്പ്യൂട്ടറിൻ്റെ UPS. അതിലാകുമ്പോൾ 12 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ടറിൻ്റെ UPS തന്നെ ഉണ്ട്, അത് പർച്ചേസ് ചെയ്യുക. റൂട്ടറിൻ്റെ UPS ഉണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊക്കെ പറ്റും, പക്ഷേ കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ മോഡത്തിനത് കേടാണ്, മോഡം അടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഈ വോൾട്ടേജ് ബൂസ്റ്റർ വെച്ച് നിങ്ങൾ ഇങ്ങനെ വെച്ച് ചെയ്യുക. പവർ ബാങ്ക് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ റൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കണ്ട. നിങ്ങൾക്ക് അത്ര ബാക്കപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ റൂട്ടർ UPS വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ UPS ആയിരുന്നാലും മതി. അത് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ കുറച്ച് പൈസ നമ്മൾ ലാഭിക്കാൻ നോക്കുന്നത് നമുക്ക് വളരെയധികം വലിയ നഷ്ടമാകും. കാരണം ഓപ്പറേറ്റർമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കാരണം കൊണ്ടാണ് ഈ ഒരു മോഡൽ ചീത്തയെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വാറണ്ടി ഒന്നും ക്ലെയിം ചെയ്ത് തരത്തില്ല. അവരുടെ കുറ്റമല്ല, കമ്പനി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ഒരു മോഡം ചീത്തയെന്ന്. മാത്രമല്ല റൂട്ടറിനൊന്നും റീപ്ലേസ്മെൻ്റ് അല്ല, അവർ സർവീസ് ചെയ്താണ് തരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ ഒരു ഉടായ്പ മണി കാണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മോഡം ചീത്തയെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവർ വാറണ്ടി ഒന്നും, ഫിസിക്കൽ ഡാമേജാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോൾഡറൊക്കെ ചെയ്ത് നമ്മുടെ ഈ ഒരു വോൾട്ടേജ് ബൂസ്റ്റർ വെച്ചൊന്നും മോഡം വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ്, പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ കിട്ടില്ലോ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.